ദൈവത്തിന്റെ സ്വന്തം നാട്. ഗൃഹാതുരത്വത്തോടെ ഓരോ പ്രവാസിയും മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വന്തം നാട്. ഭാരതത്തിന്റെ തെക്കേറ്റത്ത് പച്ചപ്പുതപ്പ് വാരിച്ചെത്തി സഖ്യപർവ്വത സ്ഥാനങ്ങളിൽ തലചായ്ച്ച് ചാഞ്ഞുകിടക്കുന്ന കേരളം. പരശുരാമൻ മഴവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത് ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തതാണ് കേരളം എന്ന് ഐതിഹ്യം. ഭൂമിയിലെ ഈ മനോഹര തീരത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേരിട്ടതാരാണ്? അധ്വാനത്തിന്റെ വിലയറിഞ്ഞ് സ്നേഹത്തിന്റെ കരുത്തും ആർദ്രതയും അറിഞ്ഞ് പരസ്പര ഐക്യത്തോടെ ഇവിടെ മലയാളികൾ ജീവിച്ചു. ആ കേരളം ഒരു വട്ടം കൂടി ഒന്ന് കാണാനാണ് പരശുരാമൻ വന്നിരിക്കുന്നത്. സമകാലീന കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികളും ഏത് പ്രായത്തിലുള്ള സ്ത്രീകളും സാക്ഷരതയ്ക്ക് ഒന്നാമതായ നമ്മുടെ കേരളത്തിൽ സുരക്ഷിതരല്ല. എന്തിനേറെ സ്വന്തം വീടുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. വാർത്താവിനിമയത്തിന്റെ സാങ്കേതിക വിദ്യ കൊണ്ട് ഒന്നാർത്തിരുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വാർത്തകൾ എത്തിക്കുകയാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യമെങ്കിലും ഇന്നവർ ഫലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ ഇച്ഛകൾ, താല്പര്യങ്ങൾ എന്നിവ വായനക്കാരിൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. തങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള ആഗ്രഹങ്ങൾ വായനക്കാരിൽ ഉണ്ടാക്കിയെടുക്കാനും അതിന്റെ വർണ്ണപ്പകട്ടുകൾ കാട്ടി വായനക്കാരെ കൊതിപ്പിക്കാനുമുള്ള യന്ത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് മാധ്യമങ്ങൾ. മലയാളി എങ്ങനെ നടക്കണം, ഏതുതരം വസ്ത്രങ്ങൾ അണിയണം, ഏത് സോപ്പ് തേച്ച് കുളിക്കണം, ഭാര്യാഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ്. മുമ്പ് നാം മലയാളികൾ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ഇതൊക്കെ നേരിൽ കണ്ട് പഠിച്ചിരുന്നു. അത് കിളികളുടെ കരച്ചില്. അപ്പോൾ പച്ചപ്പാടങ്ങളോ? കുട്ടിയുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം ഇന്ന് കേരളത്തിലെ ഒരച്ഛനും കഴിയില്ല. കാരണം കാട്ടിലെ മരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കാട്ടിലും നഗരങ്ങളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട്. കിളികൾക്ക് കൂടുകൂട്ടാനും മുട്ടയിടാനും മരങ്ങളില്ലാതായിരിക്കുന്നു. പക്ഷികളിൽ പലതും ഇന്ന് വംശ ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന പദവിയും മക്കൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ട് ഒരു ജീവിതകാലം മുഴുവൻ മരിച്ചു തീർക്കുന്ന ഹതഭാഗ്യരായ രക്ഷാകർത്താക്കൾ ഒരിക്കലും ഓർത്തിട്ടുണ്ടാവില്ല തങ്ങളുടെ വയസ്സുകാലത്ത് ഉപയോഗശൂന്യമായ ഒരു പാഴ്വസ്തുവെ പോലെ മക്കൾ തങ്ങളെ വലിച്ചെറിയുമെന്ന്. അനാഥാലയങ്ങളുടെ ഇരുണ്ട മൂലകളിൽ തനിച്ചിരിക്കുമ്പോഴും ഈ അച്ഛനമ്മമാർ തങ്ങളുടെ മക്കളുടെ സന്തോഷവും ഉയർച്ചയും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ അനാഥാലയങ്ങളും കുടുംബ കോടതികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം വളരുന്നു.
ഞാൻ മഴുപറഞ്ഞു നേടിയ കേരളം തന്നെയാണോ കുട്ടികളെ ഇത്? ഇങ്ങനെയുള്ള ഒരു കേരളമായിരുന്നില്ലല്ലോ ഞാൻ നിങ്ങളുടെ പൂർവികരെ ഏൽപ്പിച്ചിരുന്നത്. ഈ കേരളം ഞങ്ങൾക്കും വേണ്ട. പുതിയൊരു കേരളം ഞങ്ങൾക്കും മഴുപറഞ്ഞുണ്ടാക്കി തരുമോ മഹാത്മൻ? നിതാന്തസുന്ദരവും ശാന്തിമയവും സ്വൈരപൂർണവുമായ ഒരു നവീന കേരളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു യുവതലമുറയുടെ നിസ്സഹായതയുടെ തെങ്ങിന് കന്യാകുമാരി മുതൽ ഗോകർണം വരെ വിലയ്ക്കാത്ത തിരകളായി, ഗർജിക്കുന്ന കൊടുങ്കാറ്റായി, വിപ്ലവ മുദ്രാവാക്യങ്ങളായി ആരുടെ കാതുകളിലാണ് പതിക്കാത്തത്? അല്ലയോ കേരളം, പിരിഞ്ഞു പോകുന്ന പകലിനെ ചുംബിച്ചുകൊണ്ട് രാത്രിയുടെ രഹസ്യമുദ്രങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. ഞാൻ നിന്റെ മാതാവായ മൃത്യുവാണ്. എന്നെ ഒട്ടും ഭയപ്പെടേണ്ട. സനാതന ശുദ്ധതയിൽ നിത്യനവീനതയിൽ സമ്മാനിക്കാനായി ഒരു നൂതന ജന്മം തരുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ലയിപ്പിക്കുന്നത്. ഉദ്ദേശിച്ചത, ജാഗ്രത, പ്രാപ്യപര, നിഗൂഢത. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.
നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ പീലി നീട്ടി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ കേളികൊട്ടിലുയരുന്നു കഥകളിൽ കേളിദേശാന്തരങ്ങളിൽ ഓ സത്യധർമ്മകേദാരമേ സത്യധർമ്മകേദാരമേ സ്നേഹസദനമായി വെൽകനി സ്നേഹസദനമായി വെൽകനി സ്നേഹസദനമായി വെൽകനി സ്നേഹസദനമായി വെൽകനി സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വരം ഓ നിസ്വരം കളനിസ്വരം സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം സത്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം